ഒരു ദിവസം ശരിയായ വിധം തുടങ്ങുന്നത് നമുക്ക് കൂടുതൽ ബാലൻസ്ഡായ ജീവിതം സമ്മാനിക്കുകയും നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശരീരത്തിന്റെ സ്വാഭാവികമായുള്ള വിഷാംശങ്ങളെ പുറന്തള്ളുന്ന രീതിയെ കൂടുതൽ പിന്തുണയ്ക്കുക വഴി ഇത് എളുപ്പമുള്ളതാക്കാം. വളരെ നീണ്ട വിശ്രമത്തിനു ശേഷം ശരീരം പ്രവർത്തനക്ഷമമാകുന്ന സമയമാണ് പ്രഭാതം. അതിനാൽ ശരീരം ഉന്മേഷത്തോടെ ഇരിക്കേണ്ടത് വളരെ പ്രധാനവുമാണ്. നിങ്ങളുടെ പ്രഭാത ദിനചര്യയിൽ ലളിതവും എന്നാൽ ഫലപ്രദവുമായ ശീലങ്ങൾ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന്റെ ഊർജ്ജനില വർദ്ധിപ്പിക്കുകയും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതിലൂടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ശരീരത്തെ പുനഃസജ്ജമാക്കുന്നതിനും ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളുന്നതിനുമായി രാവിലെ 9 മണിക്ക് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചറിയാം. ശരീരത്തിന്റെ സ്വാഭാവികമായ ഡീറ്റോക്സ് പ്രക്രിയ നടക്കുന്നതെങ്ങനെ? ശരീരത്തിന്റെ വിഷാംശം ഇല്ലാതാക്കുന്ന പ്രക്രിയ സങ്കീർണമാണ്. കരൾ, വൃക്കകൾ, ലിംഫ് സിസ്റ്റം, ശ്വാസകോശം, ചർമ്മം, കുടൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന സങ്കീർണമായ ശൃംഖലയാണിത്. ഈ അവയവങ്ങൾ എല്ലാം കൂടിച്ചേർന്ന് ശരീരത്തിലെ വിഷവസ്തുക്കളും മാലിന്യവും ഇല്ലാതാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. കരളിന്റെ പ്രവർത്തനം. ശരീരത്തിന്റെ വിഷപദാർത്ഥങ്ങളെ നീക്കം ചെയ്യുന്നതിന് സഹായിക്കുന്ന പ്രധാന അവയവമാണ് കരൾ. ഇത് രക്തത്തെ അരിച്ചുമാറ്റുന്നു. വിഷപദാർത്ഥങ്ങളെ വെള്ളത്തിൽ ലയിക്കുന്നവയാക്കി മാറ്റുന്നു. വിസർജ്യത്തിലൂടെ പുറന്തള്ളുന്നതിനായി അവ പിത്തരസത്തിലേക്കോ രക്തത്തിലേക്കോ നീക്കുന്നു. വൃക്കകൾ. മാലിന്യങ്ങളും അധിക ദ്രാവകങ്ങളും നീക്കം ചെയ്യുന്നതിനായി വൃക്കകൾ രക്തം അരിച്ചുമാറ്റുന്നു. വൃക്കകളുടെ ശരിയായ പ്രവർത്തനത്തിന് ജലത്തിന്റെ അളവ് നിർണായകമാണ്. കുടലും സൂക്ഷ്മജീവികളും. വിസർജ്യത്തിലൂടെ മാലിന്യങ്ങളെ പുറംതള്ളുന്നു. ദോഷകരമായ വസ്തുക്കളെ നിർവീര്യമാക്കുന്നതിൽ കുടലിലെ സൂക്ഷ്മജീവികൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. കുടലിലൂടെയുള്ള മാലിന്യത്തിന്റെ നീക്കത്തെയും സൂക്ഷ്മജീവികളുടെ ബാലൻസും നിലനിർത്തുന്നതിൽ നാരുകൾ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. ലിംഫ് വ്യവസ്ഥ. ഈ സംവിധാനത്തിലൂടെ കോശങ്ങളിലെ മാലിന്യങ്ങൾ ശേഖരിക്കപ്പെടുകയും അവയെ രക്തത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ലിംഫ് വ്യവസ്ഥ ശരിയായ വിധത്തിൽ നിലനിർത്തുന്നതിന് വ്യായാമം പ്രധാനമാണ്. ശ്വാസകോശവും ചർമ്മവും. ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. അതേസമയം ചർമ്മമാകട്ടെ വിയർപ്പിലൂടെ വിഷാംശങ്ങൾ പുറന്തള്ളുകയാണ് ചെയ്യുക. രാത്രി കരൾ ശരീരത്തിലെ വിഷവസ്തുക്കളെ സജീവമായി പുറന്തള്ളും. പ്രഭാതത്തിൽ ഈ സംസ്കരിച്ച മാലിന്യങ്ങൾ ജലാംശം, നാരുകൾ എന്നിവയിലൂടെ പുറന്തള്ളുന്നതിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നു. കോർട്ടിസോളിന്റെ അളവും രാസപ്രവർത്തനങ്ങളും രാവിലെ വളരെയധികം കൂടുതലായിരിക്കും. ഇത് ദഹനം വേഗത്തിലാക്കുകയും ഡീറ്റോക്സ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായ ഡീറ്റോക്സ് പ്രവർത്തനത്തിന് ശരീരം സജ്ജമാകുന്നത് എങ്ങനെ? വെള്ളം കുടിക്കുക. രാവിലെ എഴുന്നേറ്റയുടൻ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കുടിക്കുക. നാരങ്ങ വെള്ളത്തിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി ധാരാളമുണ്ട്. ഇത് കരളിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ദഹനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒറ്റ രാത്രി കൊണ്ട് അടിഞ്ഞുകൂടിയ വിഷവസ്തുക്കളെ പുറന്തള്ളാനും മണിക്കൂറുകൾ നീണ്ട ഉപവാസത്തിന് ശേഷം ശരീരത്തെ പുനഃസ്ഥാപിക്കുവാനും സഹായിക്കും. യോഗ അല്ലെങ്കിൽ ധ്യാനം ശീലമാക്കുക. സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഓക്സിജന്റെ ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നതിനും 5 മുതൽ 10 മിനിറ്റ് വരെ ശ്വസന വ്യായാമങ്ങളോ യോഗയോ ധ്യാനമോ പരിശീലിക്കുക. ശരിയായ വിധത്തിൽ ഓക്സിജൻ ശരീരത്തിൽ എത്തിച്ചേർന്നത് കോശങ്ങളിലെ പ്രവർത്തനങ്ങളെയും ഉപാപചയ പ്രവർത്തനത്തിന്റെ മാലിന്യ ഉൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യാനും സഹായിക്കുന്നു. വ്യായാമം. ലഘുവായ രീതിയിലുള്ള വ്യായാമം അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് ശരീരത്തിന്റെ ഡീറ്റോക്സ് പ്രവർത്തനങ്ങളിൽ നിർണായകമായ ലിംഫാറ്റിക് സംവിധാനത്തെ സജീവമാക്കുന്നു. വ്യായാമം ചെയ്യുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും വിയർപ്പിലൂടെ വിഷവസ്തുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രഭാത ഭക്ഷണത്തിൽ നാരുകളടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക. ഓട്സ്, ചിയ സീഡ്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. നാരുകളാൽ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളിലെ പ്രീബയോട്ടിക്കുകൾ കുടലിലെ സൂക്ഷ്മജീവികളെ പോഷിപ്പിക്കുകയും വിഷാംശം പുറന്തള്ളുന്ന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യും. സൂര്യപ്രകാശം കൊള്ളുക. ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്കിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിന് രാവിലെ കുറച്ചു സമയം വെയിൽ കൊള്ളുന്നത് ശീലമാക്കണം. അതിരാവിലെ സൂര്യപ്രകാശം കൊള്ളുന്നത് സെറോട്ടോൺ ഉൽപ്പാദനം കൂട്ടും. ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കരളിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമാണ്.